രക്ഷിക്ക്. ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. സൂര്യ, എല്ലാവരുമായിട്ടൊന്ന് ആലോചിച്ചിട്ട് വേണം ഇതിനിപ്പോ ഒരു തീരുമാനം എടുക്കാൻ. എല്ലാവരുടെയും ഒരു സമ്മതം വേണമല്ലോ. ശരി ഭാവനെ. ഓക്കെ. ഭാവനെ, ശരിക്കും ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അതാ ചോദിച്ചേ. എന്തുപറ്റി മായച്ചി? ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇന്നലെ ആണെങ്കിൽ അമ്മ ഒട്ടും ഉറങ്ങിയിട്ടില്ല. നീയും ഏതാണ്ടൊക്കെ അതുപോലെ തന്നെ. അത് വേറൊന്നുമല്ല മായച്ചി, ഭാനുവിന്റെ കാര്യം തന്നെയാ. എത്ര വലിയ പ്രണയമാണെന്ന് പറഞ്ഞാലും ആ പ്രണയത്തിനും കാശുണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റൂ. അത് ഇന്നലെ തന്നെ വേണ്ടാന്ന് വെച്ചതല്ലേ, പിന്നെന്തിനാ അതിനെ കുറിച്ചൊരു ചർച്ച? അത് വേണ്ടാന്ന് വെച്ചത് നമ്മളൊക്കെ അല്ലേ മായച്ചി, ഭാനു അല്ലല്ലോ. ഭാനുവിന് ഇപ്പോഴും അവനെ തന്നെ ഇഷ്ടം. അവളത് പറയേണ്ടവരോട് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കണം ഭാവന. നാളെ ഇത് അവൾക്കൊരു തലവേദനയായിട്ട് മാറും. അതെ മായച്ചി, ഇന്നലെ തന്നെ അവൾ അമ്മയോട് ചോദിച്ച കാര്യം അമ്മ പറഞ്ഞില്ലേ, എനിക്കും ഭാമയ്ക്കും ഭരത്തിനും പ്രണയിക്കാമെങ്കിൽ അവക്കതായിക്കൂടെയെന്ന്. നമുക്കിപ്പോഴും ഭാനുവൊക്കെ കുട്ടിയാണെന്ന വിചാരം. അവര് വളരുന്നൊന്നും നമ്മൾ അറിയുന്നേയില്ല. ഇപ്പൊ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ഈ കല്യാണം നടത്തുന്നതിനെ കുറിച്ചാ മായച്ചി ഞാനിപ്പോ ആലോചിക്കുന്നത്. നീ എന്താ ഭാവന ഇങ്ങനെ പെട്ടെന്നെന്താ ഇങ്ങനെ ഒരു തീരുമാനം? പെട്ടെന്നല്ല മായച്ചി, നല്ലതുപോലെ ആലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവര് ചോദിച്ച സ്ത്രീധനത്തിന് എവിടെ പോവും? ചോദിക്കേണ്ടത് അവരുടെ രീതി. നമുക്ക് ആലോചിക്കാം മായച്ചി, എല്ലാവരുടെയും അഭിപ്രായം അറിഞ്ഞിട്ട് തീരുമാനിക്കാം. എത്ര തീരുമാനിച്ചാലും വലിയൊരു തുക വേണ്ടേ ഭാവന? ഇവനൊക്കെ പ്രണയിക്കുന്ന പെണ്ണിനെ തന്നെ ആണോ? ഇതുപോലുള്ളവന്മാർക്കൊന്നും പെമ്പിള്ളേരെ കെട്ടിച്ചു കൊടുക്കരുതെന്ന് പറയാറുള്ള നീ തന്നെ ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോ അതിശയം തോന്നുവോ ഭാവന? സേതുവിന് ഇതറിഞ്ഞാ എന്തായാലും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല ഭാവന. മൈച്ചി, ഇപ്പൊ സേതുവിനോട് പറയണ്ട, ഞാൻ സൗകര്യം പോലെ പറഞ്ഞോളാം. ഭാവന, സൂര്യയോട് നീ പറഞ്ഞോ? സൂര്യയോട് ഞാനിപ്പോ സംസാരിച്ചോണ്ട് നിന്ന്. സൂര്യ വന്നോണ്ടിരിക്കുക. എന്റെ തീരുമാനം എന്തായാലും സൂര്യ നോ പറയില്ല. ഇനി അവൾ ആഗ്രഹിച്ച ജീവിതം അവൾക്ക് കിട്ടിയില്ല എന്ന് പറയരുത് മായച്ചി. അതുകൊണ്ടാണ് ഞാൻ അമ്മയെ കൊണ്ടും ഒരുവിധം സമ്മതിപ്പിച്ചത്. ഭാവന, ഒന്നും കാണാതെ നീ ഇതിന് ഇറങ്ങത്തില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നാലും എന്റെ മനസ്സിലുള്ളത് എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോദിച്ചത്. മായച്ചി ചോദിച്ചാൽ ഒരു തെറ്റുമില്ല മായച്ചി. ഇപ്പോഴുള്ള പ്രണയത്തിനൊക്കെ പണത്തിനാണ് മുൻതൂക്കം. അതാണായാലും പെണ്ണായാലും അങ്ങനെ തന്നെയാ. ഇനിയുള്ള കാലം ജീവിക്കണമെങ്കിൽ നല്ല കാശ് വേണമെന്ന് രണ്ടുപേർക്കും നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ടാ വീട്ടുകാർ സ്ത്രീധനം ചോദിക്കുമ്പോൾ ഇവനൊക്കെ മിണ്ടാതെ നിൽക്കുന്നത്. എന്തായാലും കൊള്ളാം ഭാവന, നമുക്ക് തന്നെ ഇതൊക്കെ സംഭവിക്കുന്നല്ലോ. നോക്ക്, സേതുവിനോട് എന്തായാലും ആലോചിച്ചിട്ട് സംസാരിച്ചാൽ മതി, അതാവും നല്ലത്. മായച്ചിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. സോറി മായച്ചി, വ്യക്തമായൊരു തീരുമാനം ഉണ്ടാവാതെ ഞാനൊന്നും പറയുന്നില്ല. ഈശ്വര, എല്ലാത്തിനും നീ തന്നെ നല്ലൊരു വഴി കാണിച്ചു തരണേ.